UK-യിലേക്ക് കുടുംബ വീസ വാഗ്ദാനം ചെയ്ത് വ്ളോഗറും ഭർത്താവും നടത്തി വൻ തട്ടിപ്പ്. തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് 44 ലക്ഷം രൂപ തട്ടിയതിൽ വ്ളോഗറായ അന്ന ഗ്രേസിന്റെ ഭർത്താവ് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത്. തട്ടിപ്പിന് പിന്നിൽ വൻ മാഫിയ ഉണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. വ്യാജ ഏജൻസികൾ നിരവധി പേരെ കബളിപ്പിച്ചതായി വ്ളോഗർ അന്ന ജോൺസൺ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പൈസ വാങ്ങിയത് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക്. അത് ഇവർ 44 ലക്ഷത്തിൻ്റെ ഒരു ഇതാണല്ലോ പറയുന്നത്. ഈ 44 ലക്ഷത്തിൻ്റെയും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ ഇവർ ട്രാൻസാക്ഷൻ നടത്തിയത് ബാങ്ക് ത്രൂ ആണ്. ഈ ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ എടുത്ത് ഈ വ്യക്തികളുമായിട്ട് എനിക്ക് ബന്ധമില്ല എന്ന് മാത്രമല്ല, ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു പൈസയും വന്നു. വാങ്ങിയത് ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എരഞ്ഞിപ്പാലത്തുള്ളൊരു ഏജൻസിയാണ്. ആ ഒരു ഏജൻസീൻ്റെ അവരുടെ തന്നെ റിലേറ്റീവിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇവർ 9 ലക്ഷം വാങ്ങിയിരിക്കുന്നത്. പിന്നെ അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൊല്ലംകാരനായ ആൾക്ക് ഇവർ 17 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് അത് അത്രയും ഞാൻ അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ ഈ FIR വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ ബാൻ വന്ന ശേഷവും ഇവരെന്താണ് വേറൊരാൾക്ക് 8 ലക്ഷം രൂപ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇവർ ഈ 44 ലക്ഷത്തിൻ്റെ കണക്ക് എൻ്റെയിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് 1 രൂപ പോലും എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. എന്നാൽ പണം തട്ടിയത് വ്ളോഗറാണെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം. VS രഞ്ജിത്ത് എത്തുന്നു നമുക്കൊപ്പം. VS രഞ്ജിത്ത്, ഇൻഫ്ലുവൻസർ വഴിയാണ് ഈ പണം നഷ്ടപ്പെട്ടത് എന്ന പരാതിക്കാരി പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഇപ്പോൾ അവർ വളരെ ചിരിച്ചുകൊണ്ട് ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. ഒരു പൈസ പോലും എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്നൊക്കെ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നുമുണ്ടല്ലോ. സുജിയ, ഈ ബ്ലോഗർ അന്ന ജോൺസൺ എന്ന് പറയുന്ന ആള് കൃത്യമായി ഈ വിസ നടത്തുന്ന, അതായത് സ്റ്റുഡൻറ് വിസയ്ക്ക് വേണ്ടി വ്ളോഗ് ചെയ്യുന്ന ഒരു വനിതയാണ്, ഒരു സ്ത്രീയാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലും അവരുടെ യൂട്യൂബ് പേജിലും ഒക്കെ ഇത്തരത്തിൽ ധാരാളം വിസ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിസ തരപ്പെടുത്തി കൊടുത്തതിൻ്റെ വീഡിയോസൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്നും ലീഡ്സ് എടുത്ത്, അതായത് ഇവർ വ്ളോഗ് ചെയ്യുമ്പോൾ ഇവർക്ക് വരുന്ന അന്വേഷണങ്ങൾ ഇവർ മറ്റ് ഏജൻസികൾക്ക് കൈമാറുന്നു. ആ ഏജൻസികൾ വഴി ഇവർ ജോബ് വിസ തരപ്പെടുത്തുന്നു. ആ ജോബ് വിസയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശി ആര്യ പരാതിയുമായി വന്നിട്ടുള്ളത്. ആര്യയുടെ പരാതി അനുസരിച്ച് ഇവർ പണം കൈമാറിയിട്ടുള്ളത് ഈ വ്ളോഗർ വഴി തന്നെയാണ്. വ്ളോഗർ പറഞ്ഞ അക്കൗണ്ടുകളിലേക്കാണ് പണം തട്ടിയതെന്നാണ് ആര്യ ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് ആര്യയുടെ പരാതിയിൽ വ്ളോഗറെ 1-ാം പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ വ്ളോഗർ പറയുന്നത് ഇത് തൻ്റെ ഇൻസ്റ്റഗ്രാം റീൽസ്, താൻ ഒരു പരസ്യം കൊടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് പരസ്യം കൊടുക്കുന്ന റീൽസുകൾ, വ്ളോഗുകൾ ചെയ്തു കൊടുക്കുന്ന ഒരാൾ മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെ വ്ളോഗുകൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു കമ്പനിക്ക് വേണ്ടി 3 വ്ളോഗുകൾ ചെയ്തു കൊടുത്തു. ആ വ്ളോഗുകളിൽ വന്ന കോണ്ടാക്റ്റുകൾ ഉപയോഗിച്ച് അവരാണ് വിസ പ്രൊസീജിയർ നടത്തിയത്. അവർക്കാണ് പണം കൈമാറിയിട്ടുള്ളത്. ഒരു പൈസയും തൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. തനിക്ക് ഈ ലീഡ്സ് എടുത്ത് കൊടുക്കുന്നതിനുള്ള കമ്മീഷൻ മാത്രമാണ് കിട്ടുന്നത്. ജോബ് വിസ അവർ ചെയ്യാറില്ല, സ്റ്റുഡൻസ് വിസ മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ അന്ന ജോൺസന്റെ അവകാശവാദം എന്ന് പറയുന്നത്. മാത്രമല്ല, 44 ലക്ഷം രൂപ തട്ടിയെടുത്തു വൻ മാഫിയ എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. താങ്ക് യു VS രഞ്ജിത്ത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നതുകൊണ്ട് കൂടിയാണ് നമ്മളത് ഇടപെട്ടത്.